ഏറെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ നവകേരള ബസ് വീണ്ടും നിരത്തിലേക്ക്. രൂപമാറ്റം വരുത്തിയ ബസ് ബംഗളൂരുവിൽ നിന്നും കോഴിക്കോടെത്തിച്ചു. കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ സർവീസ് പുനരാരംഭിക്കും. നേരത്തെ നവകേരള ബസ് ഗരുഡ പ്രീമിയം ലക്ഷറി ബസ്സായി കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് സർവീസ് നടത്തിയിരുന്നു. 11 സീറ്റുകളാണ് അധികമായി ബസ്സിൽ ഘടിപ്പിച്ചത്. ഇപ്പോൾ ആകെ 37 സീറ്റുകളായി എസ്കലേറ്റർ, പിൻഡോർ എന്നിവ ഒഴിവാക്കി പകരം മുൻഭാഗത്ത് മാത്രം ഡോർ നിലനിർത്തി. ശൌചാലയം ബസ്സിൽ നിലനിർത്തിയിട്ടുണ്ട്. സർവീസ് പുനരാരംഭിക്കുമ്പോൾ ബസിന്റെ നിരക്കും കുറച്ചു. ഇന്നലെ ബംഗളൂരു കോഴിക്കോട് യാത്രയിൽ ഈടാക്കിയത് 930 രൂപയായിരുന്നു. നേരത്തെ 1280 രൂപയായിരുന്നു നിരക്ക്. ബസ് കട്ടപ്പുറത്തായത് വിവാദമായിരുന്നു. മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും പങ്കെടുത്ത നവകേരള യാത്രയ്ക്കായി 1.16 കോടി രൂപയ്ക്കാണ് നവകേരള ബസ് വാങ്ങിയത്. 26 സീറ്റുകളായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. 44 ലക്ഷം രൂപയാണ് ഷാസിയുടെ വില. ബാക്കി തുക ബോഡി നിർമ്മാണത്തിനും മറ്റ് സൗകര്യങ്ങൾക്കുമായാണ് ചെലവഴിച്ചത്. കോൺട്രാക്ട് കാരേജ് ബസ്സുകൾക്ക് വെള്ള നിറമേ പാടുള്ളൂവെങ്കിലും ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് ബ്രൌൺ നിറം തിരഞ്ഞെടുത്തത്. 11 ലക്ഷം രൂപ വരുന്ന ബയോ ടോയ്ലറ്റ്, ഫ്രിഡ്ജ്, മൈക്രോവേവ് അവൻ, ആഹാരം കഴിക്കാൻ പ്രത്യേക സ്ഥലം, വാഷ് ബേസിൻ തുടങ്ങിയ സൗകര്യങ്ങളാണ് ബസ്സിലുണ്ടായിരുന്നത്. പിന്നീട് നവകേരള ബസ് KSRTC സർവീസാക്കി മാറ്റുകയായിരുന്നു. എന്നാൽ സർവീസ് പിന്നീട് നഷ്ടത്തിൽ കലാശിച്ചു. യാത്രക്കാർ കുറഞ്ഞ് സർവീസ് നഷ്ടത്തിലായതോടെ രൂപം മാറ്റാനായി ബംഗളൂരുവിലേക്ക് ബസ് കൊണ്ടുപോവുകയായിരുന്നു. മെയ് 5-നാണ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ നവകേരള ബസ് അരങ്ങേറ്റം കുറിച്ചത്. ബുക്കിംഗ് ആരംഭിച്ച മണിക്കൂറുകൾക്കകം ടിക്കറ്റുകൾ വിറ്റുതീർന്നിരുന്നു. എന്നാൽ ബംഗളൂരുവിലേക്കുള്ള കന്നി യാത്രയിൽ തന്നെ നവകേരള ബസിന് തകരാർ സംഭവിച്ചു. രാവിലെ 4:30 ആരംഭിച്ച യാത്രയിൽ ബസിന്റെ വാതിൽ കേടാവുകയും യാത്രക്കാരിൽ ഒരാളുടെ ബാഗ് കെട്ടിവച്ച് യാത്ര പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു. ഡോർ താനെ തുറന്നു പോകുന്നതായിരുന്നു പ്രശ്നം. തുടർന്ന് ബത്തേരി ഡിപ്പോയിൽ തകരാർ പരിഹരിക്കുകയായിരുന്നു. എമർജൻസി എക്സിറ്റ് സ്വിച്ച് ഓൺ ആയതായിരുന്നു പ്രശ്നം. നവകേരള സദസ്സിന് ശേഷം ബസ് സർവീസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രിക്ക് ഇരിക്കാൻ ഉപയോഗിച്ച സീറ്റ് ഡബിൾ സീറ്റാക്കി മാറ്റിയിരുന്നു. ശുചിമുറി, ഹൈഡ്രോളിക് ലിഫ്റ്റ്, വാഷ് ബേസിൻ, ടെലിവിഷൻ, മ്യൂസിക് സിസ്റ്റം, മൊബൈൽ ചാർജർ, ലഗേജ് കാരിയർ സംവിധാനങ്ങളായിരുന്നു ബസ്സിനുള്ളത്. കഴിഞ്ഞ ജൂലൈക്ക് ശേഷം സർവീസ് നടത്തിയിരുന്നില്ല. മെയ് 6-നാണ് നവകേരള ബസ് KSRTC സർവീസാക്കി മാറ്റിയത്. ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായിരുന്നു സർവീസ് നടത്തിയിരുന്നത്. പുലർച്ചെ 4-നായിരുന്നു ബസ് കോഴിക്കോട് നിന്ന് പുറപ്പെട്ടിരുന്നത്. എന്നാൽ ബസ് വീണ്ടും പുറത്തിറങ്ങുമ്പോൾ സമയം മാറ്റുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. അതേസമയം നവകേരള സദസ്സ് സമ്പൂർണ്ണ പരാജയമെന്ന് CPM പാലക്കാട് ഏരിയ സമ്മേളനത്തിൽ പ്രതിനിധികളുടെ രൂക്ഷ വിമർശനമുണ്ടായിരുന്നു. ആഭ്യന്തര വകുപ്പാണ് സർക്കാരിന് കൂടുതൽ ചീത്തപ്പേരുണ്ടാക്കുന്നത് എന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. അതിൽ തന്നെ നവകേരള ബസിന്റെ പങ്കും ചർച്ച ചെയ്യപ്പെട്ടു. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ CPM നിർജീവമാണ്. നിലവിലെ രീതി പിന്തുടർന്നാൽ അടുത്ത കാലത്തൊന്നും മണ്ഡലം CPMന് തിരിച്ചുപിടിക്കാനാകില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് NN കൃഷ്ണദാസിന്റെ പരാമർശങ്ങൾ പലതും പാർട്ടിക്ക് എതിരായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഏരിയ കമ്മിറ്റി അംഗം ഷുക്കൂർ നടത്തിയ അപ്രതീക്ഷിത നീക്കം തിരിച്ചടിയായി എന്നും പ്രതിനിധികൾ പറഞ്ഞു. ഇതിനെല്ലാം മേളിൽ നവകേരള സദസ്സ് തെരഞ്ഞെടുപ്പിനെ അനുകൂലമായി ബാധിച്ചിട്ടില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.